لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم وكانوا يقولون أئذا متنا وكنا ترابا وعظاما أئنا لمبعوثون أو آباؤنا الأولون قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم ثم إنكم أيها الضالون المكذبون لآكلون من شجر من زقوم فمالئون منها البطون فشاربون عليه من الحميم وشاربون شرب الحميم هذا نزلهم يوم الدين. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇവിടെ കാണുന്ന ജീവിതം ഒരു താൽക്കാലിക ജീവിതമാണ് എന്ന് സൂചിപ്പിക്കേണ്ടായി. കഴിഞ്ഞ ആഴ്ച വളരെ വേഗം തീർന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ ഇതിനൊരു പരിണിതിയുണ്ട്. മനുഷ്യ ജീവിതത്തിൻ്റെ പരിണിതിയെ സംബന്ധിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. ഏത് കഠിന ഹൃദയത്തെയും പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള തുളച്ചു കയറുന്ന ഭാഷാശൈലിയിൽ സത്യവിശ്വാസികൾക്ക് അത്യാകർഷകവും ആസ്വാദ്യദായകമായ രീതിയിലും നിഷേധം മനസ്സിലുള്ള ആളുകൾക്ക് നടുക്കമുണ്ടാക്കുന്ന രീതിയിലുമാണ് ഖുർആന്റെ ഈ വക പരാമർശങ്ങൾ എല്ലാ ഭാഗത്തും നടത്തിയിട്ടുള്ളത്. അതിൽ സൂറത്തുൽ വാഖിഅ ഒരു സംഭവം, മഹാസംഭവം, അതിൽ വിശദീകരിച്ചിട്ട ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. മനുഷ്യർ 3 വിഭാഗമാവും അന്ത്യത്തിൽ. ഇവിടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ, ഒരുപാട് വിഭാഗങ്ങളുണ്ട്, പലതരത്തിലുള്ള തരംതിരിവുകളുണ്ട്. ഭാഷാപരമായും പ്രാദേശികമായും വർഗ വർണ്ണ വൈജാത്യങ്ങളിലുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ഈ ഭൂമുഖത്ത് ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി 3 ഗ്രൂപ്പുകളായി തിരിയുന്നു, അല്ലെങ്കിൽ അവരെ 3 വിഭാഗങ്ങളായി തിരിക്കും. അത് വലതുപക്ഷക്കാർ, ഇടതുപക്ഷക്കാർ, മുന്നോക്കക്കാർ. മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണ്. അസ്സാബിഖൂന അൽ അവ്വലൂന അൽ മുഖറബൂൻ എന്നൊക്കെയാണ്. അതായത് മുന്നോക്കക്കാർ, സത്യവിശ്വാസത്തിലും സൽക്കർമ്മത്തിലും മുന്നേറിയ ആളുകൾ. ഉലായിക്കൽ മുഖറബൂൻ, ദൈവ സാമീപ്യം സിദ്ധിച്ച ആളുകൾ. രണ്ടാമത്തെ വിഭാഗം
നമ്മൾ അതിൻ്റെ സീക്വൻസ് അനുസരിച്ച് പറഞ്ഞാൽ ഖുർആൻ വേറൊരു കോലത്തിലാണ് പറഞ്ഞത്. ഖുർആൻ വലതുപക്ഷവും ഇടതുപക്ഷവും പറഞ്ഞിട്ട് അടുത്ത മുന്നോക്കക്കാരെന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഉന്നതരായ ആളുകൾ, ഏറ്റവും മഹത്തായ സൗഭാഗ്യം അനുഭവിക്കുന്ന ആളുകൾ മുന്നോക്കക്കാരായ ആളുകളാണ്. രണ്ടാമത്തെ വിഭാഗം വലതുപക്ഷക്കാരായ ആളുകൾ. ഈ രണ്ട് വിഭാഗത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. പല സ്ഥലത്തും വിശദീകരിച്ചു. ഇവിടെ വളരെ അത്യാകർഷകമായാണ് വിശദീകരിച്ചത്. ഏതു മനസ്സും കൊതിച്ചു പോകുന്ന, ഏതൊരാളും കിട്ടണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസവും ദൃഢബോധ്യവും സൽക്കർമ്മങ്ങൾ കൊണ്ട് ആ അവസ്ഥ പ്രാപിക്കാനാണ് ഖുർആൻ നമ്മളെ നിരന്തരമായി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്കാണ് ഖുർആൻ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്നതിൻ്റെ ഒടുവിലത്തെ സ്ഥലം. നേരായ പാതയിലൂടെ നടക്കുന്ന ആളുകൾ ഒടുവിലെത്തിച്ചേരുന്ന അനുഗ്രഹത്തിൻ്റെ ആരാമങ്ങൾ, അവിടെയുള്ള വിവിധ തരത്തിലുള്ള അനുഭൂതിപൂരകമായ അനുഭവങ്ങളെ സംബന്ധിച്ച് സംബോധിത സമൂഹത്തിന് പരിചിതമായ കുറേ സംഗതികൾ എടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവിടെ ഇതൊക്കെ വിശദീകരിക്കുന്നത്. നല്ല താഴ്വാരങ്ങളും കൊട്ടാരങ്ങളും തരുണികളും അതുപോലെ പഴങ്ങളും ചോരകളും നല്ല അണലുകളുമൊക്കെ മനുഷ്യ മനസ്സിന് എന്നും ആശ്വാസവും കുളിരുമൊക്കെ നൽകുന്നതാണ്. പുഴക്കരയിലൂടെ നടന്നു പോകുന്ന ഒരു സാധാരണ മനുഷ്യൻ, അത്ര വലിയ സഹൃദയ സാഹിത്യ മനസ്സ് ഒന്നുമില്ലെങ്കിൽ പോലും പുഴയുടെ ശാന്തമായ ഒഴുക്കും തീരങ്ങളിലെ പച്ചപ്പും അതിലേക്ക് തട്ടി വരുന്ന കുളിർത്തന്നലും ഏത് മനപ്രയാസമുള്ള മനുഷ്യനും ഒരാശ്വാസം നൽകുന്നതാണ്. കടൽ പുറത്ത് ചെന്നാൽ ഏത് ഉഷ്ണത്തിന്റെ സമയത്ത് കടലിലൂടെ അടിച്ചു വരുന്ന കാറ്റിന് ഉപ്പിന്റെ രസമുണ്ടെങ്കിൽ ഒരു ചെറിയ കുളിർമയുണ്ടാവും. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യ മനസ്സൊരു പക്ഷേ കടൽ തിര പോലെ പ്രശ്നങ്ങളിൽ ഇരമ്പി മറിയുമ്പോഴും ആ അടിക്കുന്ന തിരമാലകളെ നോക്കി നിൽക്കുന്ന മനുഷ്യ മനസ്സിന് ശാന്തത നൽകുന്നു. അത് പ്രകൃതിയുടെ ഒരു വരദാനം കവികൾ പാടാറുണ്ട്. അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹം എന്ന് ഖുർആൻ പറയുന്നു. മഴ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം പലപ്പോഴും പലർക്കും വളരെ വേദനാജനകമായ അനുഭവങ്ങൾ സമ്മാനിക്കാറുണ്ട്. പക്ഷെ അത് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് അനുഗ്രഹമായിരിക്കും, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതൊരു കടുത്ത പരീക്ഷണമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴത്തുള്ളികൾ ഇങ്ങനെ ഈ മരച്ചില്ലകളിൽ വീണിട്ട് ഇലയിൽ വീണിട്ട് താന്നു വീഴുമ്പോൾ നമ്മുടെ മനസ്സും അറിയാതെ അതിൻ്റെ കൂടെ ആ താളത്തിനൊത്ത് ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ താളത്തിനൊത്ത് ചലിക്കാൻ പര്യാപ്തമായ രീതിയിലാണ് മനുഷ്യ മനസ്സ് സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രശ്നങ്ങളുടെ നൂലാമലകൾ കച്ചവടത്തിലും കോടതിയിലും ആശുപത്രിയിലും വീട്ടിലുമൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളായി മനുഷ്യൻ ഇങ്ങനെ ടെൻഷൻ പിടിക്കുമ്പോൾ അതവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നിതാന്തമായ അസ്വസ്ഥതയാണ് ജീവന്റെ മുഖമുദ്ര എന്ന് പറയാറുണ്ട്. യാതൊരു പ്രശ്നവുമില്ല, വളരെ ശാന്താണെങ്കിൽ അവനിവിടെ ജീവിക്കേണ്ട ആവശ്യമില്ല, അവനിവിടെ നിന്ന് മാറ്റപ്പെടും എന്നുള്ളതാണ്. വളരെ ശാന്തം എന്ന് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടാനുള്ള പരിണിതിയിൽ ഏറ്റവും ഉത്തമമായ അവസ്ഥ പ്രാപിക്കുന്നതിനെ സംബന്ധിച്ച് ദൃഢമായ ഒരു ബോധ്യത്തിലാണ്. സത്യവിശ്വാസവും ആ വിശ്വാസത്തിലുള്ള ദൃഢബോധ്യവും അതിനനുസരിച്ചുള്ള അമലുകളും ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു സംതൃപ്തി. പക്ഷെ ആ അമലുകൾ ചെയ്യുമ്പോഴുള്ള പെയിൻ, അതിൻ്റെ വേദന, അതിൻ്റെ പ്രയാസം നമ്മൾ അനുഭവിച്ചേ വിട്ടു. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല എന്നാരും ധരിക്കേണ്ടതില്ല. എല്ലാ സൽക്കർമ്മങ്ങൾക്കും എല്ലാ മഹത്തായ സംഗതികൾക്കും നല്ല വേദന അനുഭവപ്പെടും. ഭൂമിയിലെ ഏറ്റവും മഹത്തായ ഒരു സംഗതി പിറവിയാണ്, പുതുപ്പിറവി. അതായത് ഒരു കുഞ്ഞിന്റെ പിറവി. ഒരു കുഞ്ഞിന്റെ പിറവിക്ക് മാതാവും ആ കുഞ്ഞിന്റെ ചുറ്റുവട്ടത്തുള്ള മാതാവിന്റെ മാതാവും അതുപോലെ കുടുംബക്കാരും ഒക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബേജാറും വേദനയും അനുഭവിക്കുന്നുണ്ട്. ഡോക്ടർ 10:50 പ്രസവിക്കുന്നു പറഞ്ഞാൽ 10:55 പോയി കഴിഞ്ഞാൽ ബേജാറാകും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെ സിസേറിയൻ വേണം, ലേബർ റൂമിൽ എടുത്തോളൂ എന്ന് പറയുന്ന ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ അത് പിറവി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആനന്ദം, സന്തോഷം അതുവരെ അനുഭവിച്ച എല്ലാ വേദനകളുടെയും പരിഹാരമായിരിക്കും. ഇതേപോലെ തന്നെ പരലോകത്തെത്തുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ദുന്യാവിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചു, ദുന്യാവിൽ ഒരുപാട് പ്രയാസം അനുഭവിച്ചു. അൽഹംദുലില്ലാഹ്
അതായത് ഈ ഹദാന ഞങ്ങളെ മാർഗം കാണിക്കുകയും ആതാന നമുക്ക് നൽകുകയും ഏത് ഈ വക സൗഭാഗ്യങ്ങൾ നൽകുകയും തമ്പുരാനെ നിനക്ക് സ്തുതി എന്ന് അവിടെ ഇരുന്ന് പറയുമെന്ന് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നു. അതെ, നാളെ വരാനുള്ള ഒരവസ്ഥയെ സംബന്ധിച്ച്. അപ്പൊ ആ രണ്ട് വിഭാഗക്കാർ വളരെ ഉന്നതമായ നിലയിലാണ് ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ അവസ്ഥ നിങ്ങൾ കരസ്ഥമാക്കണം. ആ അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നതിന് സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളുമാണ് വേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഇത് ഉപദേശമാണ്, നിയമമാണ്. ഉപദേശം കൊണ്ടും നിയമം കൊണ്ടും മാത്രം കാര്യം നടക്കൂല. അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. നല്ല സതുപദേശങ്ങൾ, സുന്ദരമായ ഉപദേശങ്ങൾ, കുറച്ച് ആളുകളെ വിളിച്ചിട്ട് ഉപദേശിച്ച ഉടനെ അവരൊക്കെ അത് പോയി ചെയ്തോളും എന്ന് പറയാൻ പറ്റില്ല. നമുക്കറിയാമല്ലോ, ചെയ്യില്ല. നല്ല ഉപദേശം, നല്ല വേണ്ടപ്പെട്ട ആളുകൾ, ഇപ്പൊ നമ്മളെ മക്കൾ, നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു, നമ്മളെ സ്നേഹിക്കുന്ന മക്കൾ, ഉപദേശങ്ങൾ ധാരാളമായി നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ ആ ഉപദേശം കൊണ്ട് മാത്രം മക്കൾ പലപ്പോഴും നേരായ രീതിയിൽ, നമുക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാറില്ല. അത് മനുഷ്യന്റെ ഒരു സൃഷ്ടിപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉപദേശം കൊണ്ട് മാത്രം മനുഷ്യൻ നന്നാവില്ല. അപ്പൊ അതുകൊണ്ട് തെറ്റിയാൽ, ധിക്കാരം കാണിച്ചാൽ, അനാവശ്യത്തിൽ ഉറച്ചു നിന്നാൽ ശിക്ഷ ഉണ്ടാകും എന്ന ഒരു താക്കീത്, ഒരു ഭീഷണിയും കൂടെ വേണം. അപ്പൊ ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകാതെ സന്തോഷകരമായ അനുഭൂതിയെ സംബന്ധിച്ച് ഉപദേശവും ആവേശവും കൊടുത്തതുകൊണ്ട് മാത്രം മനുഷ്യജീവിതം വളർന്നു പോകില്ല എന്നുള്ളത് മനുഷ്യ മനഃശാസ്ത്രം ഏറ്റവും നന്നായി അറിയുന്ന, മനുഷ്യ മനസ്സിന്റെ മർമ്മരങ്ങൾ അറിയുന്ന അതിന്റെ രാജതമ്പുരാനായ രക്ഷിതാവ് നന്നായി അറിയാം. അതുകൊണ്ട് അവന് അങ്ങനെയാണ് ഏർപ്പാടാക്കി. അതുകൊണ്ടാണ് ഖുർആനിൽ നിങ്ങൾ എവിടെ നോക്കിയാലും സ്വർഗം പറഞ്ഞാൽ ഉടനെ നരകം പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ഉടനെ സ്വർഗവും പറഞ്ഞ് ആശ്വസിപ്പിക്കും. അങ്ങനെ ആശ്വാസത്തിന്റെയും ഭീതിയുടെയും ഇടയിൽ നിലനിൽക്കണമെങ്കിൽ മനുഷ്യന് കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് കുത്തിയിരിക്കാൻ പറ്റില്ല എന്നുള്ള എപ്പോഴും ഒരു സൂക്ഷ്മത, ഒരു ബേജാർ ആവശ്യമാണ്. ഒരല്പം ആങ്സൈറ്റി, ഒരുപാട് ആങ്സൈറ്റിയും ഹൗഫും, അതായത് ആങ്സൈറ്റി ആൻഡ് ഫിയർ, അതായത് ഉത്കണ്ഠയും ഭയവും. ഉത്കണ്ഠയും ഭയവും ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ് ഒരു പരിധി വരെ. പരിധിക്ക് അപ്പുറം പോയാൽ ഫിയർ ഫോബിയ ഉണ്ടാവും, ആങ്സൈറ്റി ഫോബിയ ഉണ്ടാവും. അതായത് എല്ലാത്തിനും ഉത്കണ്ഠ ഉണ്ടായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും, ഡോക്ടർമാരെ കാണേണ്ടി വരും. കാരണം ആകപ്പാടെ നെർവസ് ഡിസ്ഫങ്ഷൻ ആകും. അപ്പൊ കുലുമാലായി ആകപ്പാടെ എല്ലാം കുഴപ്പമുണ്ടാകും. ഫിയർ, അതുപോലെ തന്നെ ഭയം കൂടിയാലും കുഴപ്പമാണ്. അതേസമയം അത്യാവശ്യം ഭയവും അത്യാവശ്യം ഉത്കണ്ഠയും മനുഷ്യനാവശ്യമാണ് എന്നുള്ള കരുതി. അതുകൊണ്ട് അതവൻ തന്നെ, നമ്മളാരും ഉണ്ടാക്കേണ്ടതില്ല. പേടി നമ്മൾ ഉണ്ടാക്കേണ്ടതില്ല, അത് ഉണ്ടായിക്കൊള്ളും. പേടി മാറ്റാൻ വേണ്ടി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദ്വാരന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പേടി ഉണ്ടാക്കാൻ വേണ്ടി ആരും അധ്വാനിക്കേണ്ടതില്ല. പേടി തനിയെ തന്നെ ഉണ്ടായിക്കൊള്ളും. അത് മനുഷ്യ മനസ്സിന്റെ. അപ്പോ പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ, പ്രയാസകരമായ സംഗതികൾ, അത് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ, സൂക്ഷിച്ചില്ലെങ്കിൽ, കരുതലില്ലെങ്കിൽ ഇതാ അവിടെ അത് നിഷേധത്തിന്റെ വഴിയാണ്. അത്തരം ആളുകൾക്കുണ്ടാകാവുന്ന പരിണിതിയെ സംബന്ധിച്ചാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഇവിടെ ആദ്യം ഓതിയ വാക്യയിലെ ആയത്തുകൾ വിശദീകരിക്കുന്നത്. ഇടതുപക്ഷക്കാര് ആരാണ്? ഈ ഇടതുപക്ഷക്കാർ ഈ സമൂഹം വഹമീം, ഉഷ്ണക്കാറ്റിലും തിളച്ച വെള്ളത്തിലും കഴിയേണ്ട ആളുകൾ. അവർക്ക് ആശ്വാസം ഉണ്ടാവില്ല. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ നമുക്കറിയാം, മെയ് മാസത്തിൽ നമ്മൾ അനുഭവിച്ചു. കാറ്റടിച്ചാൽ തന്നെ ഭയങ്കര ഉഷ്ണമായിരിക്കും. ശരീരത്തിന്റെ അകത്തും ചൂട്, പുറത്തും ചൂട്. അപ്പൊ ഉഷ്ണക്കാറ്റിന്റെ കൂടെ തിളച്ച വെള്ളം കൂടെ ഉണ്ടാവുന്നതാണ്. അപ്പൊ മനുഷ്യ മനസ്സിന് ശരിയായ നിലയിലുള്ള പേടി ഉണ്ടാവാൻ വേണ്ടി നമ്മളെ ഒരു ചുറ്റുപാടിനെ എടുത്തു പറയാ. ഉഷ്ണക്കാറ്റ്, തിളച്ച വെള്ളം, വള്ളിയും കറുത്ത നിഴൽ. ഒരു നമുക്കറിയാം ഫാക്ടറിയിൽ, ബ്ലാക്ക് ഫാക്ടറി എന്നറിയപ്പെടുന്ന സ്ഥലങ്ങള് ടോക്കിയോയിലും അതുപോലെ ഇംഗ്ലണ്ടിലും ഒക്കെ ഉണ്ട്. ഒസാക്ക വലിയൊരു വ്യവസായ പട്ടണം. അത് അവിടെ യഥാർത്ഥത്തിൽ വ്യവസായശാലയിൽ നിന്ന് പുറത്തു വരുന്ന ഈ പുക കൊണ്ട് അന്തരീക്ഷം തന്നെ വല്ലാത്ത ഒരവസ്ഥയിലാണ്. നമുക്കറിയാം, ഇപ്പൊ അടുത്ത KMML വാതക ചോർച്ച ഉണ്ടായി. അപ്പോ അവിടെയുള്ള കുട്ടികളത് വിശ്വസിച്ചിട്ട് പ്രശ്നമായി, അടച്ചിട്ട് തൊട്ട് അട്ടിമറി മറ്റത് മറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. നമ്മൾ യൂണിയൻ കാർബൈഡ് ഉണ്ടായിരുന്നു, അതിനെങ്കിലും വാതക ചോർച്ച ഉണ്ടായിരുന്നു. ഇവിടെ കറുത്ത പുക അന്തരീക്ഷത്തെ ആകപ്പാടെ സൂര്യപ്രകാശത്തെ തടഞ്ഞു കളയുന്ന ഒരു കറുത്ത പുകപടലം അങ്ങനെ ഉണ്ടാവും. അത് കണ്ണിലടിച്ചാൽ നീറ്റൽ അനുഭവപ്പെടും.
അത് ശ്വാസമുട്ട് അനുഭവപ്പെടും. അപ്പോൾ ഉഷ്ണക്കാറ്റടിക്കുന്നു, തിളച്ച വെള്ളം ഇങ്ങനെ ശരീരത്തിൽ ഒഴിക്കുന്നത് പോലുള്ള അനുഭവം, അതോടെ തന്നെ പുകയുടെ നിഴലിൽ കഴിയുന്ന ഒരവസ്ഥ, അതിൽ ഒരു സുഖശീതളമായ ഒരവസ്ഥയോ അതുപോലെ തന്നെ ആസ്വദിപ്പിക്കുന്ന ഒരവസ്ഥയോ ഉണ്ടാവില്ല എന്നുള്ളതാണ്. വേദനിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തിനൊരു പ്രത്യേകതരം ഊഷ്മാവിൽ മാത്രം നിലനിൽക്കാൻ പര്യാപ്തമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഒരു സംവിധാനമാണ് ഉള്ളതായിട്ടുള്ളത്. ഇത്ര ഡിഗ്രി ചൂട് കുറഞ്ഞാൽ നമുക്ക് വരയ്ക്കും, ഇത്ര ഡിഗ്രി ചൂട് കഴിഞ്ഞാൽ നമ്മൾ ആകപ്പാടെ വെന്തു. അപ്പോൾ ആ ചൂടിന്റെ ഒരു പ്രത്യേകമായ അനുപാതത്തിലാണ് നിർത്തിയിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടണോണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളിവിടെ നിന്ന് ഡൽഹിയിലോ കാശ്മീരിലോ സ്വെറ്ററും അതും ഇതും മറ്റൊക്കെ പോകുന്ന ആളുകൾ. അപ്പൊ നമ്മുടെ ഒരു പ്രത്യേകമായ ഒരു ഊഷ്മാവല് ഈ തടിയെ ഇവിടെ നിലനിർത്തി നമ്മളെ സംരക്ഷിക്കുകയാണ്. എന്തെല്ലാം സുഖ സൗകര്യങ്ങളുണ്ടെങ്കിലും ചുറ്റുപാട് അത്യുഷ്ണമാണെങ്കിലും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിശൈത്യമായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വെള്ളം ഉണ്ടെങ്കിൽ കുടിക്കാൻ പറ്റില്ല. മൂത്രം പുറത്തു വരുമ്പോൾ അത് ഐസായി പോകുന്ന പല സ്ഥലങ്ങളുണ്ട് ഭൂമിയിൽ. മൂത്രം ഒഴിക്കാൻ പറ്റില്ല. മൂത്രം ഇങ്ങനെ പുറത്ത് വരുമ്പോൾ തന്നെ അത് ഐസായി പോകുന്ന തരത്തിൽ. അപ്പൊ മൂത്രം വരില്ല. ഇങ്ങനെയുള്ള ശരീരത്തിന്റെ ഊഷ്മാവിൽ മൂത്രം വരാനുള്ള ശ്രമം നടത്തും. പക്ഷെ പുറത്തെത്തുമ്പോൾ തന്നെ അത് ഐസായി പോകുന്ന തരത്തിലുള്ള. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കട്ടക്കട്ട ഐസായി കിട്ടുന്ന പല സ്ഥലങ്ങളുണ്ട്. ഇന്ത്യയിലുണ്ട്, അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിലും, ജപ്പാനിലും, അതുപോലെ തന്നെ റഷ്യയിലും ഒരുപാട് സ്ഥലങ്ങളിൽ. അപ്പോ കൃത്യമായ ഒരു ഊഷ്മാവിൽ നിലനിർത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ദുനിയാവിൽ ജീവിപ്പിക്കുന്നത്. ആ ഊഷ്മാവ് മാറിയ ഒരു ചുറ്റുപാടിലേക്ക് നിങ്ങൾ എടുത്തു മാറ്റും. കാരണം ഇവിടെ ഇവർ ഈ അവസ്ഥയിൽ തിളച്ച വെള്ളത്തിൽ ഈ കറുത്ത പുകയുടെ ഒരു തണലിൽ ജീവിക്കുന്ന ഈ മനുഷ്യന്മാരുണ്ടല്ലോ, ജീവിക്കേണ്ടി വന്നത് പണ്ട് നാം അവർക്ക് സൗകര്യം ചെയ്തെടുത്തപ്പോ ഇന്നഹും കാനു ഖബല ദാലിക മുത്രഫീൻ, ഭൂമിയിൽ അവർക്ക് സുഖ സൗകര്യങ്ങൾ കൊടുത്തപ്പോൾ എല്ലാ അതിർവരമ്പുകളിൽ ലംഘിച്ച് അവര് യഥാർത്ഥത്തിൽ സുഖലോലുപന്മാരായി. ഇത് സുഖലോലുപതയെ സ്നേഹിക്കുന്ന, പ്രേമിക്കുന്ന, ആരാധിക്കുന്ന, അതിനുവേണ്ടി മരിക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ മുഖത്ത് നോക്കി പറയുന്നത്. ആധുനികതയുടെ ഒരു പ്രത്യേകത, സർവശക്തനായ പടച്ചവന് പകരം സർവശക്തനായ ഡോളർ അല്ലെങ്കിൽ മണി, പണം, ഇന്ത്യയിൽ റുപ്പീസ് എന്ന് പറയും. പക്ഷേ സർവശക്തനായ ഡോളറിനെ പൂജിക്കുന്ന കച്ചവടക്കണ്ണുള്ള അമേരിക്കക്കാർ എന്ന ഖലീൽ ജിബ്രാൻ അമേരിക്കക്കാരെ അവർക്ക് എല്ലാത്തിന്റെയും മേൽ ഡോളറാണ്. ഈ ഡോളർ എന്തിനാണ് സമ്പാദിക്കുന്നത് വെച്ചാൽ സുഖിക്കുക. മദ്യപിക്കുന്നത് സുഖിക്കാനാണ്, അതുപോലെ തന്നെ പണം ഉണ്ടാക്കുന്നത് സുഖിക്കാനാണ്, യാത്ര പോകുന്നത് സുഖിക്കാനാണ്, അതുപോലെ തന്നെ എന്തെല്ലാം സൗകര്യങ്ങൾ അവരുണ്ടാക്കുന്നു അതൊക്കെ സുഖിക്കാനാണ്. ആ സുഖത്തിന്റെ താല്പര്യത്തിൽ അവര് സുഖലോലുപന്മാരായിരുന്നു. ഈ സുഖം രക്ഷിതാവിന്റെ നിർദ്ദേശങ്ങളും ഇത് എല്ലാ കാലത്തും നമുക്ക് കിട്ടും എന്നുള്ള ഒരു ധാരണയിൽ ജീവിച്ചവരായിരുന്നു. പാപങ്ങളിൽ അവർ ശഠിച്ചു നിന്നു. ചെയ്യുന്ന തെറ്റാണ്. ആർഭാടസുന്ദരമായ ജീവിതം, വളരെ അത്യാകർഷകമായ ജീവിതം, പണം ധൂർത്തടിച്ച് തോന്നിയാസം കാണിക്കുന്നു. അപ്പോൾ ഇത് തെറ്റാണ് എന്ന് പറയുന്നവന്റെ നേരെ കുറച്ചാട്, എന്നിട്ട് അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അല്ലല്ലേ, ആ പാപങ്ങളിൽ അവരിങ്ങനെ ശഠിച്ചു നിന്നിരുന്നു. എന്റെ പണം ഞാൻ ഉണ്ടാക്കിയതാണ്, എന്റെ തടി എനിക്കുള്ളതാണ്, എന്റെ കുടുംബം എന്റേതാണ്, അതുകൊണ്ട് എനിക്ക് ആവുവോളം സുഖിക്കാനുള്ളതാണ്. ഇന്നലെ അത് മരിച്ചു, നാളെ പുലർന്നിട്ടുമില്ല, ഇന്ന് എന്റെ കയ്യിലുള്ളത് കൊണ്ട് എനിക്ക് സുഖിക്കണമെന്ന ആ പഴയ അറബി കവിയുടെ ചിന്താഗതിയിൽ ജീവിക്കുന്ന ആളുകൾ. കാരണം അവരും സുഖലോലുപന്മാരായിരുന്നു. ആ സുഖലോലുപതയുടെ അന്തമില്ലാത്ത പോക്കിൽ അവര് ഈ അനാവശ്യങ്ങളിലും അതുപോലെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിവിടെ അവർ പറഞ്ഞു എന്ന് പറയുന്നത് ഒരു ജനത വിചാരിക്കുകയാണ് നമ്മൾ മരിച്ച് മണ്ണും എല്ലും ഒക്കെ ആയിപ്പോയി, പിന്നെ നമ്മൾ അതൊന്നും സാധ്യമാവുന്ന ഒരു പ്രശ്നമല്ല എന്നുള്ള ധാരണയിലാണ് അവരിവിടെ ഓരോ ജീവിക്കുന്നത്. അങ്ങനെ വ്യക്തമായി പറഞ്ഞ് വെല്ലുവിളിച്ച ആളുകളുണ്ട്. അത് കേട്ടിട്ട് ശരിയായിരിക്കാം, എന്നാ അവിടെ വെച്ച് കാണാം എന്നുള്ളതില്ല. അവഗണിച്ച ആളുകളുണ്ട്. വിചാരിക്കേണ്ട ആവശ്യമില്ല, അവിടെ ചെന്നിട്ട് മതി എന്ന് വിചാരിക്കണം. ഇങ്ങനെ
ആനന്ദ ലഹരിയിൽ ആറാടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ പരലോകവും വിചാരണയും ഒക്കെ മറന്നുകൊണ്ട് ഇങ്ങനെ വിചാരിച്ച് തീർന്നില്ലേ, മരിച്ചാൽ കഴിഞ്ഞില്ലേ എന്നത്, മരിക്കണമെന്നല്ലേ ജീവിതമുള്ളൂ, എന്തായാലും കുറച്ചാലും ഇവിടെ ജീവിതം ഉണ്ടല്ലോ, അത് സൂക്ഷിച്ചളയാം എന്ന് വിചാരിക്കുന്ന മനോഭാവം കാരണം മനുഷ്യരിൽ അധികം ആളുകളും എന്ന് ഖുർആൻ അടിക്കടി പറയുന്നുണ്ട്. അവരെ കുറിച്ച് ഖുർആൻ പറയുന്നത് അക്സറുന്നാസി ലാ യഅലമൂൻ അക്സറുന്നാസി ലാ യഖിലൂൻ. അധികം മനുഷ്യന്മാർക്കും വിവരമില്ല, അധികം മനുഷ്യന്മാർക്കും ബുദ്ധിയില്ല. അള്ള കൊടുക്കാത്തോണ്ടല്ല, ബുദ്ധി പ്രയോഗിക്കാത്തത്. ഈ പറഞ്ഞ സംഗതികൾ എല്ലാം വളരെ കൃത്യമായി സംവിധാനിച്ച് നമ്മളെ ഒരു പ്രത്യേക ദിശയിലേക്ക് ഒഴുക്കിക്കൊണ്ടു പോകുന്നു. അതിലാണ് നമ്മൾ എന്നത് മറന്നുകൊണ്ട് നമ്മൾ കിട്ടിയത് വെച്ച് സുഖമനുഭവിച്ച് കളയാമെന്ന് വിചാരിച്ച് എല്ലാത്തിനെയും തള്ളിക്കളയുന്ന ആളുകൾ. പിന്നെ അന്നത്തെ ആളുകൾ ഇന്നത്തെ ആളുകളും ചില വിശ്വാസികൾ ആരും ഇല്ലെങ്കിലും അവർ ചോദിക്കുക, അല്ല ഞങ്ങളെ മാത്രമാണോ, അതല്ല ഞങ്ങളെ പൂങ്കാമികളായ പൂർവികന്മാരുണ്ടല്ലോ അവരെയും ഈ പുനർജീവിതം, അതായത് അവരെയും രണ്ടാമതുണ്ടാക്കുമോ, അവരെയും പുറപ്പെടുവിക്കുമോ, എന്ന് ചോദിക്കാം. പറയാ നബിയെ പറഞ്ഞു കൊടുക്കുക, എന്ന് പറഞ്ഞു കൊടുക്കുക. നിന്നെ മാത്രമല്ല നിന്റെ മുൻഗാമികളെയും പിൻഗാമികളെയും എല്ലാം നിശ്ചിതമായ ഒരു സമയത്ത്, തീരുമാനിക്കപ്പെട്ട ഒരു ദിവസം, നിശ്ചിതമായ സമയത്ത് എല്ലാരെയും അണിയായി വലം നുഗാദിർ മിൻഹും അഹദ, ഒരാളെയും വിടാതെ അണിയായി അവിടെ നിലനിർത്തും. എന്നിട്ട് ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ജീവിത സൗഭാഗ്യത്തെക്കുറിച്ച് ചെയ്യും. അവരുത്തരം പറഞ്ഞതിന് ശേഷം മാത്രമേ അവരുടെ വിധി അവർക്ക് കൊടുക്കുകയുള്ളൂ എന്ന് നീ അവരോട് പറഞ്ഞേക്കുക. ഒരുപാട് സ്ഥലത്ത് അല്ലാഹു ഒരൊറ്റ ശബ്ദം, അള്ളാഹ് വളരെ എളുപ്പമുള്ളൊരു സംഗതിയാണ്, ഒരു ശബ്ദം മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാവരും മരിച്ചു മണ്ണടിഞ്ഞു പോയാൽ എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ അണിയായി ഹാജരാവും എന്നുള്ളതാണ്. എല്ലാം അങ്ങോട്ട് ഹാജരായിക്കോളും. അത് പിന്നെ ഓട്ടോമാറ്റിക്, നമ്മൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ മോഡല്ല. അതെ, ഇവിടെ നിന്ന് മരണം വരണതൊക്കെ തന്നെ അത് അതിന്റെ സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മലക്കൽ മൗത്ത് വരും, പിടിക്കും, കൊണ്ടുപോകും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളിൽ പലരും വിചാരിക്കുന്നത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ്. അല്ലാഹു തആല സഹായിക്കണമുണ്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളത്. ഈ ഒരു ബോധമാണ് രണ്ടെടുത്ത് മാറ്റം. മരണത്തോട് പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ യാതൊന്നും ഈ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിലയിൽ മരണത്തിലേക്ക് അങ്ങ് പോവുക. എങ്ങോട്ടാണ് വലിച്ചോണ്ട് പോകുന്നത് അങ്ങോട്ട് വലിച്ചോണ്ട് പോകുക. ഖബറിൽ കൊണ്ടിട്ടാൽ ഖബറിൽ വീഴുക, മഹ്ശറയിൽ വെച്ചാൽ മഹ്ശറയിൽ വരിക, അവിടെ അണിനിരത്തിയാൽ അണിനിരക്കുക. ഇത് ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ ഇന്ന് വളരെ എളുപ്പത്തിൽ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. കമ്പ്യൂട്ടറൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സോഫ്റ്റ്വെയർ ഒരു സംഗതി കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് ഓൺ ചെയ്ത് കൊടുക്കാം, അതങ്ങനെ പോകും. ഇതതുപോലെ തന്നെ എല്ലാം അതിന്റെ കൃത്യമായ നിലയിൽ ഒരു സെക്കൻഡ് വ്യത്യാസം വരാതെ, ഒരു നാനോ ഇഞ്ചിന് വ്യത്യാസം വരാതെ, ഒരു നാനോഗ്രാം തൂക്കത്തിന് വ്യത്യാസം വരാതെ എല്ലാം കൃത്യമായിട്ട് അവിടെ അതങ്ങനെ. എന്നിട്ട് അവരോട് നിങ്ങളടുത്ത് ഇതെല്ലാം പറഞ്ഞു തരാൻ ഞാൻ പ്രവാചകന്മാരെയും പ്രബോധന പ്രവർത്തകരെയൊക്കെ വിട്ടിരുന്നു. ഈ നിഷേധികളായ നുണയന്മാരെ നിങ്ങൾക്ക് വൃക്ഷത്തിൽ നിന്ന്, അതായത് ഒരു തരം മുള്ളുള്ള ഒരു വൃക്ഷമാണ് നരകത്തിലെ സഖൂം വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ തിന്നേണ്ടവരാണ്. അത് തിന്നാണ് വയറ് നിറയ്ക്കേണ്ടത് എന്നുള്ള അവരോട് പറയും. അത് തിന്നാൻ മാത്രം പോരാ, വെള്ളം കുടിക്കണം. ഏത് ചൂടുള്ള തിളച്ച ചിഞ്ചലം, അതായത് വളരെ മോശമായ ഒന്ന്. ഷാരിബൂന് ഷുർബൽ ഹീം നമുക്ക് മനസ്സിലാവില്ല, അറബികൾക്ക് മനസ്സിലാവും, ആ ഭാഷയിലേ പറഞ്ഞു. അതായത് ദാഹാർത്തയായ ഒരു ഒട്ടകം ഇങ്ങനെ വെള്ളം കിട്ടാതെ നടന്നിട്ട് വെള്ളം കിട്ടുമ്പോൾ ആട് കുടിക്കില്ല, ഒരു വലിയ കുടി കുടിക്കും. ഒരാൾ വെള്ളം കിട്ടാത്ത ഒട്ടകം വെള്ളം കുടിക്കണ ഒരു രീതി അവർക്ക് നല്ലോണം അറിയാം. അപ്പൊ അങ്ങനെ ഭയങ്കര ദാഹം അന്തം വിട്ട് കുടിക്കാൻ പോകുമ്പോൾ അത് ഇത് ഡിക്റ്റേറ്റീവ് നോവലിലെ പരാമർശങ്ങളല്ല. ഏതെങ്കിലും ഒരു മലയാള സാഹിത്യത്തിലോ ഇംഗ്ലീഷ് ഫിക്ഷനിലോ ഏതെങ്കിലും ഒരു സാഹിത്യകാരൻ എഴുതി വെച്ച ഡിക്റ്റേറ്റീവ് നോവലിലെ അപസർപ്പക കഥകളിലെ പരാമർശങ്ങളല്ല. അല്ലാഹു തൻസീലും മിർ റബ്ബിൽ ആലമീൻ, അതായത് ഇന്ന ഹാദാ ലഹുവൽ ഹഖ്
ഹഖുൽ യഖീൻ. ഇത് ഖുർആനാണ്. ഖുർആനുൽ മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ് ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ആരും, അതായത് യാതൊരു തിരുത്തലിനും ആർക്കും അവകാശമില്ലാത്ത പരിശുദ്ധമായ കരങ്ങൾ മാത്രം സ്പർശിച്ചിട്ടുള്ള മഹത്തായ ഖുർആൻ, പ്രിസർവ്ഡ് ഖുർആൻ, അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ. ആ ഖുർആനിലാണ് കേട്ടോ ഇത് പറയുന്നത്. നിങ്ങൾ അതുകൊണ്ട് ഇത് തമാശയാക്കി കളയരുത്. വളരെ ഗൗരവത്തിലും രസകരമായ പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഫശാരിബൂന ശുർബൽ ഹീൻ അന്നാണ് വിധി ദിനത്തിന്റെ ദിവസത്തിൽ നിഷേധ മനോഭാവത്തോടുകൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ധിക്കരിച്ച് ജീവിച്ച ആളുകൾക്കുള്ള സൽക്കാരം ഇതായിരിക്കും എന്നുള്ളത്. ഇത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു എന്നുള്ളത് ഇതിനേക്കാൾ ഭീകരമായ, അതായത് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത ഒരവസ്ഥാവിശേഷമാണ് എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവന്റെ വികാരങ്ങളെ ഒപ്പാൻ അവന്റെ പര്യാപ്തമല്ല എന്നാണ് ഇതുവരെ കണ്ടുപിടിച്ച എല്ലാ ഭാഷാശാസ്ത്രജ്ഞന്മാരും മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്നത്. നമുക്കറിയാലോ, ഒരു വായ കൊണ്ട് ഒരു സംസാരം കേട്ടാൽ ആ സംസാരം നമ്മൾ ആളെ കണ്ടില്ലെങ്കിൽ ആ സംസാരത്തിന്റെ യഥാർത്ഥത്തിലുള്ള സ്പിരിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കത്തെഴുതിയാലും ഫോൺ ചെയ്താലും ഒക്കെ നേർക്ക് നേരെ സംസാരിക്കുമ്പോൾ അയാളുടെ കൈയുടെയും മുഖത്തിന്റെയും കാലിന്റെയും ശരീരഭാഷ കൂടെ മനസ്സിലാക്കി ഈ വാക്കുകൾ, ഭാഷയിലെ വാക്കുകൾ കൊണ്ട് മനുഷ്യ മനസ്സിന്റെ ഉള്ളിലുള്ള വികാരങ്ങൾ പുറത്തടിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ശരീരഭാഷ ഉപയോഗിക്കുന്നുള്ളതാണ്. ചില സംഗതികൾ നമുക്ക് വിവരിക്കാനാവില്ല. ചിലപ്പോൾ ഉണ്ടായി, ചിലപ്പോൾ ആക്സിഡന്റ് ഉണ്ടായി. നമ്മൾ പറയാം അത് പറയാൻ വാക്കുകളില്ല, അത് വിവരിക്കാൻ വാക്കുകളില്ല. ഭാഷയിലെ വാക്കുകളിൽ വിവരിക്കാനാവാത്തതാണ് മനുഷ്യനെ സംബന്ധിച്ചുള്ള അവനുണ്ടാകുന്ന അധിക അനുഭവങ്ങളും എന്നുള്ളത് ഇതുവരെയുള്ള ഗവേഷണത്തിൽ കണ്ടെത്തിയ ഒരു സംഗതി. ഒരു മാർഗമില്ലാത്തതുകൊണ്ട് നമ്മൾ ഭാഷ ഇങ്ങനെ ഉപയോഗിക്കുന്നു. ഭാഷ നൂറ്റാണ്ടുകളിലെ സഹസ്രാബ്ദങ്ങളിലെ വളർച്ച കൊണ്ട് ഈ രീതിയിലെത്തിയതാണ്. ഭാഷ ഉപയോഗിക്കാത്ത സമൂഹങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഭാഷ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്കും നമ്മളെ ഇവിടെ പറഞ്ഞ ഈ സംഗതികൾ ഇങ്ങനെ ചൂട് തിളച്ച വെള്ളം, അങ്ങനെ ഒരു പുകയുടെ മറ, അത് മനസ്സിലാക്കാൻ പര്യാപ്തമായ ഭാഷയിലെ വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞതാണ്. സഹിക്കാൻ പറ്റില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോ ഇതായിരിക്കും യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ രണ്ട് വിഭാഗങ്ങൾ. അതായത് ഇവിടെ മനുഷ്യനെ മൂന്നായി തിരിച്ചിട്ട് മൂന്നിൽ ഒന്ന് മാത്രമാണ് പരാജയത്തിന്റെ ഭാഗത്ത് പോകുന്നത്, മൂന്നിൽ രണ്ട് ഭാഗവും വിജയത്തിന്റെ ഭാഗത്താണ് പോകുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ മനുഷ്യരിൽ നല്ലൊരു വിഭാഗം വിജയത്തിന്റെ ഭാഗത്ത് പോകുന്നവരായിരിക്കും എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുന്നോക്കക്കാരായ ഒരു വലിയ വിഭാഗം ആളുകൾ, അതുപോലെ തന്നെ വലതുപക്ഷക്കാരായ ഒരു വലിയ വിഭാഗം ആളുകൾ. രണ്ടിലേതെങ്കിലും ഒന്നില്ലെങ്കിലും കൂടിയില്ലെങ്കിൽ നമ്മളെ കാര്യം മഹാപോക്കാണ്. അങ്ങനെ പോകാതിരിക്കാൻ വളരെ സശ്രദ്ധം സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ വളരെ വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത്. ഇത് പഠിച്ചു മനസ്സിലാക്കി വിജയത്തിന്റെ വീഥിയിലൂടെ സ്വർഗത്തിലെത്തിച്ചേരാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمدلله حمدا كثيرا طيبا مباركا ينبغي بجلال وجهه وعظيم سلطانه سبحانك لا نحصي ثناء لك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد في العالمين انك ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു അതൊക്കെ വളരെ വളരെ വലിയ തത്വശാസ്ത്രത്തിന്റെ ഔന്നത്യത്തിൽ ചർച്ചയല്ല ഖുർആൻ ചെയ്യുന്നത്. സാധാരണ മനുഷ്യ മനസ്സുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഹൃദയത്തിൽ തുളച്ചു കയറുന്ന രീതിയിൽ പറഞ്ഞില്ല. ഇത്രയും രണ്ട് സംഗതികൾ പറഞ്ഞു നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മൂന്നിലേതെങ്കിലും ഒരു ഭാഗത്തേക്ക് എത്തിപ്പോകും.
അതിനൊരുപാട് തെളിവുകൾ ഈ പ്രപഞ്ചത്തിൽ നമ്മളോട് പറയാ. അഫറഅയ്തും മാ തുംനൂൻ, അതിനു മുമ്പ് നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ. ഒരു വലിയ ചോദ്യം, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഫലൗലാ തുസദ്ദിഖൂൻ, ഫലൗലാ തുഅ്മിനൂൻ, ഫലൗലാ തശ്ഹദൂൻ എന്നല്ല പറഞ്ഞത്, ഫലൗലാ തുസദ്ദിഖൂൻ. ശരിയാണ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നില്ലേ? ഫലൗലാ, നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ എന്നല്ല ചോദിച്ചത്. നിങ്ങൾക്ക് ദുർഗബോധ്യം ഇല്ലേ എന്നല്ല ചോദിച്ചത്. തുസദ്ദിഖൂൻ, സത്യപ്പെടുത്തുന്നില്ലേ? ഇത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് പഠിച്ചത് നിങ്ങളല്ല, നാമാണ്. നിങ്ങൾ ശ്രവിക്കുന്ന ബീജഗണത്തെ, ശുക്ലത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? അവിടെ തുടങ്ങാം. ഒരു പുതുപ്പിറവി. നമ്മൾ വിചാരിക്കും കല്യാണം കഴിച്ച് വേണം. അള്ള തീരുമാനിക്കണം, അള്ള തീരുമാനിക്കണം. ഒരാളിനെ ശമനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകളുണ്ട്, എഗ്ഗും സ്പേമും ഒക്കെ എല്ലാം ഉണ്ട്. പക്ഷെ അപ്പോ ഇവിടെ അള്ള തീരുമാനിക്കണം, അള്ള നൽകണം. നിനക്ക് ആണിനെ തരുന്ന ഞാനാണ്, ഒന്നും തരാത്തത് നാമാണ്. യുക്തിജ്ഞനായ, സർവശക്തനായ, സർവജ്ഞാനിയായ ചെയ്യാനില്ല. കിട്ടിയില്ലേ പടച്ചോനെ തരണേ 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 എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ആ ബീജഗണം സൃഷ്ടിച്ചത് നിങ്ങളാണോ? ബില്യൺ കണക്കിനാണ്, ബില്യൺ. ഒരാളെ എല്ലാം ഒന്ന് മാത്രം, അല്ലെങ്കിൽ രണ്ടെണ്ണോ അല്ലെങ്കിൽ മൂന്നെണ്ണോ, എത്രയാണ് മക്കളുണ്ടാവുന്നത് അത്രയും മാത്രം അടിച്ചു പോകണം. സംവിധാനം, വഴി, സ്പീഡ് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതൊക്കെ ഇപ്പൊ ഒന്ന് ലേറ്റസ്റ്റ് കമ്പ്യൂട്ടറിലൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്. അത് പോയിട്ട് കയറും, അത് തുളച്ച് കയറിയിട്ട് ഇത് രണ്ടും കൂടി ഫെർട്ടിലൈസിലേക്ക് രണ്ടും കൂടി ഫെർട്ടിലൈസേഷൻ തൂങ്ങിക്കിടക്കുന്നത്. പണ്ടൊക്കെ രക്തക്കെട്ടാന്ന് പറഞ്ഞാൽ രക്തക്കെട്ടല്ല, ഇങ്ങനെ പിടിച്ച് കിടക്കുന്ന ഹുക്ക് കൊടുക്കും, പിടിച്ച് അവിടെ കിടക്കണം. ഇതുണ്ടാക്കിയത് നിങ്ങളാ, അത് നാമാണോ? അം നഹ്നുൽ ഖാലിഖൂൻ. എന്താ സമ്മതിക്കണില്ലേ? വലിയ കൊമ്പന്മാരായിട്ട് രാജകുമാരന്മാരായിട്ട് വലിയ പ്രസിഡന്റുമാരായിട്ട് സെക്രട്ടറി ജനറൽമാരായിട്ട് എന്താ നിങ്ങളെ അഭിപ്രായം? പ്രായിച്ചു നിങ്ങളെ അഭിപ്രായം എന്താ? നിങ്ങളാ ഉണ്ടാക്കിയത്? പുതിയ തലമുറ ഉണ്ടാക്കുന്നുണ്ടോ? നിങ്ങൾ ഉണ്ടാക്കുന്നത് അതല്ലേ നാമാണോ? അതിന് നമ്മളെ അതിജയിക്കാൻ ആർക്കും സാധ്യമല്ല. അല്ല, ഇവിടെ വേണ്ടാന്ന് തീരുമാനിച്ചാൽ മാറ്റി പകരം കൊണ്ടുവരാനും നമുക്ക് കഴിയും. വനുഷ്യക്കും ഫീമാലാത്തായാലും നിങ്ങൾ അറിയാത്ത നിലയിൽ നിങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ അത് ഒരു വലിയ അത്ഭുതമാണ്. നമ്മൾ ഇങ്ങനെ കോലത്തിൽ വളർത്തണമെന്ന് തീരുമാനിച്ചല്ലോ. നമ്മൾ ശരീരം പുഷ്ടിയാവാനും പല ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമുക്കൊരു ഷേപ്പ് ഉണ്ടാവില്ല, മോന്തക്ക് അവരുദ്ദേശിച്ച ഷേപ്പ് ഉണ്ടാവില്ല. പക്ഷേ അവനവന്റെ മോന്ത അവനവന് ഇഷ്ടമില്ലാതെ വന്നാൽ അവന് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവനവന്റെ മോന്ത അവനവന് ഇഷ്ടം പറ്റുന്ന ഒരു പ്രത്യേകമായ ചിലപ്പോ ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാക്കുമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഭയങ്കരമായ ഒരു യുക്തി ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുഃഖത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അവരവരുടെ മുഖം ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവരുടെ മനസ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നിസ്സാരമായ കാര്യമാണ്, ഭയങ്കര സംഗതിയാണ്. അത് ഇല്ലെങ്കിൽ അവന്റെ എല്ലാ എന്റെ മുഖത്ത് എന്തോ ഓർത്തിരിക്കണമെന്നാണ് ഒരുത്തന്റെ കാരണമെങ്കിൽ
പറ്റൂല, പ്രസംഗിക്കാൻ പോകാൻ പറ്റൂല, എഴുതാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല, പുറത്തിറങ്ങാൻ തന്നെ പറ്റൂല. നമുക്കറിയാലോ, ഇപ്പൊ ചില ആള് കോട്ടൊക്കെ ഉണ്ടാകുമ്പോ വളരെ കൂടുതലാണ് പെട്ടെന്ന് കൊച്ചു പിടിച്ച് അപ്പൊ സാധാരണ നല്ല നിലയിൽ ജീവിച്ച ആളുകൾ ചെറിയ കോട്ട ഉണ്ടായി കഴിയുമ്പോ എല്ലാ ഷേപ്പും പോയി, ഇങ്ങനെ പിടിച്ച് നടക്കേണ്ടി വരും. അപ്പോ ഇത് തമ്പുരാന്റെ കാരുണ്യം കൊണ്ടില്ലാതെ ജീവിക്കുന്നത് എന്നൊരു ബോധന അല്ലേ എന്നെ പടച്ചത്. നീ അറിയാത്ത കോലത്തിൽ ആദ്യ സൃഷ്ടിപ്പ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഈ രീതി നിങ്ങളില്ലായിരുന്നു, നിങ്ങളെ പടച്ചു, നിങ്ങൾ വളർന്നു, നിങ്ങൾ വലുതായി ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, പിന്നെന്താണ് രണ്ടാമതൊന്നും ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ തത്വത്തെ നിഷേധിക്കുന്ന ആള് ജീവിക്കാത്ത വിശ്വാസം പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഇത് എല്ലാത്തിനും ബാധിക്കും. അത് അവന്റെ വികാരങ്ങളെ, വിചാരങ്ങളെ, ചിന്തയെ, ആശയത്തെ, ഭാഷയെ, പ്രവൃത്തിയെ, പെരുമാറ്റത്തെ, അതെല്ലാം രാഷ്ട്രീയത്തെ, അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഭൗതിക ജീവിതത്തിന് വേണ്ടി മാത്രം ഈ സൗഭാഗ്യമെടുത്ത് ചെലവഴിച്ചാൽ ഞാൻ കുടുങ്ങിപ്പോകും. നമ്മൾ ചിന്തിക്കണില്ലേ എന്നുള്ളതാണ്. അപ്പൊ കൃഷി ചെയ്യുന്നല്ലോ, ആ കൃഷിയുടെ മരിച്ചു കിടക്കുന്നത് പോലെ ഒരു പയറ്, അതിന് ജീവനല്ല. വെള്ളത്തിലിട്ട് അത് ഭൂമിയിലിട്ടാൽ, മണ്ണിലിട്ടാൽ, ലേശം വെള്ളം ഒഴിച്ചാൽ അതിങ്ങനെ മെല്ലെ ഇങ്ങനെ പൊട്ടി ഈ നാമ്പ് ഇങ്ങനെ വരും, ഇലകൾ ഇങ്ങനെ വരുന്നത് കാണാം. സാധാരണമായ ഒരു ഉദാഹരണം. അതിന്റെ ആ വളർത്തി വളർന്നാക്കുന്നത് നിങ്ങളാണോ അതല്ല നാമാണോ? ഇത്ര മേനി വളഞ്ഞിരിക്കുന്നു, ഇത്ര ഗംഭീരമായിരിക്കുന്നു എന്ന വളർച്ചാ നിരക്ക്, കാർഷിക മേഖലയിൽ ഇത്ര വളർച്ചാ നിരക്കുണ്ടായിരിക്കുന്നു, വ്യവസായ മേഖലയിൽ ഇത്ര വളർച്ചാ നിരക്ക്, കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ വർഷത്തെ ജലസേചനം, വർഷത്തെ മഴ, അതുപോലെ തന്നെ നമ്മുടെ പ്ലാനിങ്ങിന്റെ പ്രത്യേക വലിയ വിദഗ്ധന്മാരാണല്ലോ, വലിയ പ്ലാനിംഗ് കമ്മീഷന്റെയും അതുപോലെ തന്നെ ഭയങ്കര വിദഗ്ധന്മാർ. ഭൂമിയിൽ ഒരല്പം മഴ ഇട്ടില്ലെങ്കിൽ എല്ലാ പ്ലാനും ഓളാകും, നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ മഴ കിട്ടിയില്ലെങ്കിൽ കൂരികെട്ടില്ലാവും എന്ന് പറഞ്ഞ് വിളിച്ചു, മഴ കിട്ടിയില്ലെങ്കിൽ കൂരിട്ടില്ലാവും. ഇപ്പൊ മഴ കിട്ടിയും പറയാം. അതായത് വൈദ്യുതി ഉൽപാദനം കൂട്ടിയില്ലെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ കേരളം എന്ന് പറഞ്ഞ് ഇപ്പോഴും, കാരണം അത് ആ രീതി ഡെവലപ്പ് ഉണ്ടാകുന്നുള്ളതല്ല. ഇതൊക്കെ നാം നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്നുകൊണ്ട്, പടച്ച തമ്പുരാന്റെ റോൾ ഒഴിവാക്കിക്കൊണ്ട് ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്തു കളയാമെന്ന് ചിന്തിക്കുന്ന ആളുകൾ ലോകത്ത് നയിക്കുമ്പോൾ അവർ അറിയാത്ത നിലയിൽ ഡ്രൗട്ട് ഉണ്ടാവും, അവരറിയാത്ത നിലയിൽ കലാപങ്ങൾ ഉണ്ടാവും, അവരറിയാത്ത നിലയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാവും, അവരറിയാത്ത നിലയിൽ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാവും. അങ്ങനെ പ്രകൃതി നാശങ്ങൾ പോലും ദൈവനിഷേധത്തിന്റെ ഭാഗമായി മനുഷ്യൻ വരുത്തി വെക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോ ഇത് മുച്ചൂടും ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അൻതും തസ്റഉനഹു അം നഹ്നു സാരിഊൻ ലൗ നശാഉ ലജഅൽനാഹു ഹുതാമ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ നമുക്ക് വൈക്കോലാക്കി കളയാമായിരുന്നു, അതായത് ശരിക്കും വൈക്കോലാക്കി കളയുമായിരുന്നു. എന്നിട്ട് ആ വൈക്കോലാക്കി കളഞ്ഞാല് യഥാർത്ഥത്തിൽ നിങ്ങൾ അന്നേരം ഫളൽതും തഫക്കഹൂ, നിങ്ങൾ ആശ്ചര്യത്തോടെ പറയും ഇന്നാലം അവറമോൻ, നിങ്ങൾ കടക്കണിയിൽ പെട്ടുപോയി. ഞാനിങ്ങനെ മലപ്പുറം ജില്ലയുടെ ഭാഗത്തൂടെ യാത്ര ചെയ്യുമ്പോൾ കൃഷി കാണുന്നു. വാഴ അതിന്റെ കൊല നൽകുന്നതിന് മുമ്പ്, അതായത് 10,000 കണക്കിന് വാഴകൾ
നട്ടു വളർത്തിയ കർഷകന്റെ മനസ്സ് പലപ്പോഴും ബസ്സിൽ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഇതിങ്ങനെ അതിന്റെ കൂമ്പ് ചെയ്ഞ്ഞിട്ട് വാഴ ഇങ്ങനെ കിടക്കട്ടെ, 10,000-കണക്കിന് വാഴ കഴിഞ്ഞ മഴയിൽ സംഭവിച്ചതാണ്. അവിടെ പോയിട്ട് കർഷകൻ പറയാ നഷ്ടപ്പെട്ടു പോയി കടബാധ്യതനായി ആത്മഹത്യകളാണ് നമ്മുടെ നാട്ടിൽ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. അള്ളാഹ് ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ട് ഒന്ന് ആലോചിച്ചു, നിങ്ങളാണോ അതല്ല നാമാണോ? യഥാർത്ഥത്തിൽ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുന്നത് നാമാണ്. ഇതെല്ലാം ചെയ്തു തന്നിട്ട് നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ മനുഷ്യന്മാരെ എന്ന് നമ്മളോട് ചോദിക്കുക. വികാരം വേണമെന്നുള്ള. അപ്പൊ ആ നന്ദി എന്നുള്ള വികാരമാണ് സത്യവിശ്വാസത്തിന്റെ ലക്ഷണം. അത് അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്നതാണ്. ആ നന്ദിയോടെ നമ്മളെ സ്മരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ വിജയത്തിന്റെ പാതയിലൂടെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم ارض عن أبي بكر وعمر وعلي بقية أصحاب رسول الله أجمعين കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തുമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഉസ്താദന്മാർ, ബന്ധുപ്രാതികൾ, മുഴുവൻ സത്യവിശ്വാസികൾ, മുൻകാല സത്യവിശ്വാസികൾ എല്ലാ ആളുകൾക്കും നീ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും പുറത്തുമാക്കി തരണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള രോഗികളുടെ എല്ലാത്തരം രോഗങ്ങളും നീ ശിഫാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ വേണ്ടപ്പെട്ടവർക്ക് ആശ്വാസവും സമാധാനം തമ്പുരാനെ. അവരുടെ അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് പഠിച്ചമേ ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ സന്താനങ്ങളിൽ സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും മാറ്റി തരണേ തമ്പുരാനെ. ഒരുപാട് ആശകൾ, അഭിലാഷങ്ങളുണ്ട്. ഏറ്റവും ഉത്തമമായ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. നാഥ, നിന്റെ അടുത്ത് നിന്റെ വൃത്തിയിൽ ജീവിക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. വികാരങ്ങളും പെരുമാറ്റമൊക്കെ നിന്റെ വൃത്തിയിലാക്കി ശാന്തമായി മരിച്ച് നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്കറാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് നീ ലഘൂകരിച്ചു തരണേ തമ്പുരാനെ. ഖബറിന്റെ കളങ്ങൾ പ്രകാശപൂരിതങ്ങളാക്കി തരണേ തമ്പുരാനെ. നരകശിക്ഷ തമ്പുരാനെ. സ്വർഗത്തിൽ നിന്ന് ലിഖാഅ് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.